ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഡെസേർട്ടാണോ അതോ ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് ഒരു എഗ്ഗ് ക്രാക്ക് ചെയ്തിടുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ പെണ്ണിന് എന്നും ഈ മുട്ട കൊണ്ടുള്ള റെസിപ്പീസ് മാത്രമേ ഉള്ളൂ. ടൈം കിട്ടണ്ടേ ഗൈസ്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും ഇത്തിരി ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ഒഴിക്കുക. ആൽമണ്ട് മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അഹങ്കാരം കൊണ്ടിട്ടല്ല, വേറൊരു വക ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി ആസ് യൂഷ്വൽ എല്ലാം കൂടെ അട്ടിച്ച് പതപ്പിച്ചെടുക്കുക. ഇനി ഉള്ള ടാസ്ക് എന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് മൈദയും കൂടെ എടുത്തിട്ട് ഇതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് ക്രേപ്പ് എന്നാണ്. ഇത് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഡിഷാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അഹങ്കാരം കൊണ്ടിട്ടാണോ എന്നറിയില്ല, മൈദ കുറച്ച് കൂടിപ്പോയി. എനിക്ക് വേറെ ഒരു പണിയില്ലായിരുന്നോ എന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ച് പാലും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് സമയമെടുത്ത് മിക്സ് ചെയ്യേണ്ട ഒരു ബാറ്ററാണ്. എങ്കിൽ മാത്രമേ ഇതിലെ കട്ടകളൊക്കെ മാറുള്ളൂ. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നിട്ട് പിന്നെയും ഒന്നും കൂടി മിക്സ് ചെയ്യണം. പക്ഷേ എനിക്ക് ഒട്ടും ക്ഷമയില്ല. സോ അഹങ്കാരം #2 കാരണം ഞാൻ ഇങ്ങനെ തന്നെ ഈ കട്ടകളോട് കൂടി തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടെ ചേർക്കുകയാണ്. ബട്ടറിനകത്ത് ഉപ്പുണ്ടെങ്കിൽ ആദ്യമേ ഉപ്പ് ചേർക്കരുത്, ഉപ്പ് കൂടി പോകും. ഈ ഇരിക്കുന്ന സാറിനെ കണ്ടോ, എൻ്റെ പുതിയ പ്ലാൻ ഫ്രണ്ടാണ്. പക്ഷേ പുള്ളിക്കാരൻ പെൻഗ്വിനാണോ അതോ ട്വിക്കനാണോ എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പം ഞാൻ വിചാരിച്ചു ട്വിക്കനായിരിക്കുമെന്ന്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നപ്പം ബൂ പറഞ്ഞു, ഹായ് ദാദി പെൻഗ്വിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. ഇനി ചൂടായ പാനിലോട്ട് കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂണൊന്നും ഇല്ലാതെ വെറുതെ ആ പാൻ തന്നെ ഒന്ന് കറക്കി ചുറ്റി അത് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈവനായിട്ടുള്ള ഒരു ലെയർ കിട്ടുന്നത്. പ്രായത്തിൻ്റെതാണോ എന്നറിയില്ല, പക്ഷെ എനിക്കും കുറച്ച് മോമി സ്കിൽസൊക്കെ കിട്ടി. കയ്യിലിപ്പോൾ ചൂടൊന്നും അടിക്കുന്നില്ല. വീട്ടിലെ ഫുഡികൾക്ക് കുറച്ചൊന്നും പോരാത്തത് കൊണ്ട് ഞാൻ ഇനിയും ഉണ്ടാക്കുകയാണ്. ഞാനും ഒരു ഫുഡിയാണ്, പക്ഷേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡി. എനിക്ക് ഒത്തിരി ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വേൾഡിലെ എല്ലാ ക്വിസീൻസും എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നെ കണക്ക് വട്ടുള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഈ സംഭവം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡും കൂടെ തേച്ച് കൊടുക്കുകയാണ്. ചൂടോടെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒലിച്ച് അതിൻ്റെ വഴിക്ക് പോകും. ഞാനുണ്ടല്ലോ ഇത്രയും എഫേർട്ടൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ലൈക്സും കമൻറ്റും ഒക്കെ കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുമല്ലോ അല്ലേ. ഇനി ഇതിൻ്റെ പുറത്തോട്ട് സുന്ദരന്മാരായ കുറച്ച് സ്ട്രോബെറികളെയും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാനിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഫോൾഡ് ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഇതിപ്പോൾ എങ്ങനെ മടക്കും, പക്ഷേ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ പ്ലേറ്റ് മൊത്തം ചോക്ലേറ്റ് സ്മഡ്ജായി. അതുകൊണ്ട് ഞാൻ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് ഒരെണ്ണോട് ഉണ്ടാക്കിയിട്ട് അതെടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച്. എങ്ങനെയുണ്ട്? ഇതിൻ്റെ സൈഡിലൂടെ ഞാൻ ആയിട്ടുള്ള 2 സ്ട്രോബെറി പീസും കൂടെ വച്ച് കൊടുത്തിട്ടുണ്ട്. മണം അടിച്ച് ഫുഡുകളെല്ലാം വന്ന സൈഡിൽ നിൽപ്പുണ്ട്. ദാദി വീഡിയോ പിടിച്ച് കഴിഞ്ഞോ, ഫുഡ് ആയായിരുന്നോ, എനിക്ക് തരുമോ, നല്ല മണം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമോ അതോ ഡെസേർട്ടായിട്ട് കഴിക്കുമോ? എന്തായാലും ഇത് എപ്പോൾ കഴിച്ചാലും സ്വീറ്റ് ആൻഡ് റിഫ്രഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും കൊണ്ട് ചെയ്യുമല്ലോ അല്ലേ.